ദൈവത്തിന് 7 ആത്മാക്കളോ? പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മളിൽ പലർക്കും ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരു സംശയത്തിന്റെ നിവാരണമാണ് കേട്ടോ. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാടിലാണ് യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നല്ല അറിവുള്ള നമുക്ക് ഈ 7 ആത്മാക്കൾ എന്ന പ്രയോഗം പല സംശയങ്ങൾക്കും വഴിവെക്കാറുണ്ട്. ഈ സംശയം എങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലിയർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകത്തിലെ 3-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് യേശുക്രിസ്തു തന്നെ സ്വയം ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ തന്നെ 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഈ 7 ആത്മാക്കളെ 7 ദീപങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ ദേവാലയത്തിന്റെ മാതൃക ദൈവം സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ആ മാതൃകയിൽ മോശെ മരുഭൂമിയിൽ ഒരു സമാഗമന കൂടാരമുണ്ടാക്കിയതൊക്കെ കൂട്ടുകാർ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ആ കൂടാരത്തിൽ ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം മോശെ ഉണ്ടാക്കിപ്പിച്ച ഒരു നിലവിളക്കുണ്ട്. അത് നമ്മുടെ പലരുടെയും വീടുകളിൽ കാണുന്ന നിലവിളക്കിന്റെ മാതൃകയിലുള്ളതല്ല. പകരം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പ്രധാന തണ്ടിൽ നിന്ന് 2 വശങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുന്ന 3 ശാഖകൾ ചേർന്ന് 7 ദീപശിഖരങ്ങളാണ്. അതായത് ഒരു വൃക്ഷത്തിൽ നിന്ന് 2 വശത്തേക്കും പുറപ്പെടുന്ന 3 ശാഖകൾ വീതമുള്ള ഒരു വിളക്കിന്റെ രൂപത്തിലാണ് ഈ ദീപങ്ങൾ ഉള്ളത്. ഇനി നമുക്ക് ഈ വിളക്കിന്റെ രൂപത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആത്മാക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്യത്തിലേക്ക് വരാം. അത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലാണ് ഉള്ളത്. അവിടെ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ദാവീദിന്റെ വേരുകളിൽ നിന്നുള്ള യേശുക്രിസ്തു എന്ന കൊമ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രവുമല്ല, അവിടെ യേശുക്രിസ്തുവിലുള്ള 7 ആത്മാക്കളുടെ പേരുകളും കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. ഈ വാക്യത്തിൽ നിലവിളക്കിന്റെ പ്രധാന തണ്ടായി വെച്ചിരിക്കുന്നത് യഹോവയുടെ ആത്മാവിനെയാണ്. അതിനുശേഷം നമ്മൾ വായിക്കുന്ന 6 ആത്മാക്കൾ അതിന്റെ ശാഖകളാണ്. 2 വശങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുന്ന 3 ശാഖകൾ. ഒന്ന് ജ്ഞാനത്തിന്റെ ആത്മാവ്, മറ്റൊന്ന് വിവേകത്തിന്റെ ആത്മാവ്, മറ്റൊന്ന് ആലോചനയുടെ ആത്മാവ്, വേറൊന്ന് ബലത്തിന്റെ ആത്മാവ്, കൂടെ പരിജ്ഞാനത്തിന്റെ ആത്മാവ്, അതിനു പുറമെ യഹോഭക്തിയുടെ ആത്മാവ്. അങ്ങനെ യഹോവയുടെ ആത്മാവും അതിൻ്റെ 6 സ്വഭാവ വിശേഷങ്ങളും ഒന്നിച്ചു ചേർത്താണ് ദൈവത്തിന്റെ ആത്മാക്കൾ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അതെല്ലാം ഒന്നിച്ചു ചേർന്ന ആളാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഈ ചെറിയ വീഡിയോ കൂട്ടുകാരുടെ സംശയത്തിന് ഒരു പരിഹാരമായി തീരും എന്ന് വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.